ഹായ് എസ്എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ നിങ്ങളെ മിസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ സ്നേഹിക്കുന്ന പുരുഷൻ എങ്ങനെയാണ് നമ്മളെ മിസ് ചെയ്യുക, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ഫണ്ണായിരിക്കുക എന്നുള്ളതാണ്. അതായത് ചിലരുണ്ട് എപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്ന കുറച്ച് പേര്. ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നത് കുഴപ്പമില്ല, കുറച്ച് ബോൾഡായിരിക്കാം, പക്ഷെ എപ്പോഴും സീരിയസ് ആയിരിക്കുന്നത് പുരുഷന്മാർക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെന്നുള്ളതാണ്. മാത്രമല്ല അവരെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവുക അവർ സ്നേഹിക്കുന്ന പെൺകുട്ടി കുറച്ചൊന്ന് കുട്ടിത്തം പോലെ കാണിക്കണം, അല്ലെങ്കിൽ കുട്ടിത്തമുള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. എന്ന് കരുതി മെച്യൂരിറ്റി അല്ലെങ്കിൽ മെച്യൂർഡ് ആയിരിക്കരുത് എന്ന് പറയുന്നില്ല, മെച്യൂർഡ് ആവണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ അവരുടെ മുമ്പിൽ കുറച്ച് കുട്ടിത്തം കാണിക്കണം എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ കുട്ടിത്തം കാണിക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുമോ, അങ്ങനെ കാണിക്കാൻ പാടുമോ, അത് എന്തോ പോലെ ആവില്ലേ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ മുമ്പിൽ കുറച്ച് കുട്ടിത്തം കാണിക്കാം, അത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല ഇങ്ങനെ നമ്മൾ കുട്ടിത്തം കാണിക്കുക, അതേപോലെ അവരോട് കുറച്ച് ഫണ്ണായിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ വളരെയധികം നമ്മളുമായിട്ട് അട്രാക്റ്റഡ് ആവും, ഇഷ്ടം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇപ്പം നമ്മൾ കുറച്ച് ദിവസം അവരിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വളരെയധികം മിസ് ചെയ്യും എന്നുള്ളതാണ്. മീൻസ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ വളരെ ഫണ്ണായിരിക്കുമ്പോൾ അവർ വളരെയധികം ഹാപ്പി ആയിരിക്കും, അവർക്ക് ആ ഒരു എനർജി അവിടെ കിട്ടുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഹാപ്പി ആയിട്ടുള്ള സന്തോഷത്തിന്റെ ഒരു എനർജി ആയിരിക്കും അവർ കിട്ടുന്നുണ്ടാവുക. പിന്നെ കുറച്ച് ദിവസം നമ്മൾ അവരുടെ കൂടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് അവരതിന് വളരെയധികം മിസ് ചെയ്യും. മീൻസ് ആ ടൈമിന്, ആ മെമ്മറി, ഇതെല്ലാം അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ കുറച്ചൊന്ന് ഫണ്ണായിരിക്കുക, നിങ്ങളിലുള്ള കുട്ടിത്തം ഒന്ന് പുറത്ത് കാണിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നല്ലൊരു പെർഫ്യൂം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സ്മെല്ല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പലർക്കും അനുഭവം ഉണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ അവരെ ഒരുപാട് മിസ് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ ചിലപ്പോൾ അവരുടെ സെയിം സ്മെല്ലുള്ള അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന സെയിം പെർഫ്യൂം സ്മെല്ലുള്ള ഏതെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരാളെ ഓർമ്മ വരും എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആളാണെങ്കിലും അല്ല നമ്മൾ വിവാഹിതരായിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളുടെ മീൻസ് പ്രണയിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് വരാറുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ല് അവർക്ക് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കത് അറിയാമെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന പോലെ തന്നെ ആ ഒരു സ്മെല്ല് എവിടെന്നെങ്കിലുമൊക്കെ ഒന്ന് വരുന്ന സമയത്തൊക്കെ അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്മെല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ നല്ലൊരു പെർഫ്യൂം തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലരുണ്ട് വളരെ കുത്തുന്ന സ്മെല്ലുള്ള പെർഫ്യൂംസ് ഉണ്ടല്ലോ, അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വളരെയധികം കുത്തുന്ന ആ ഒരു സ്മെല്ലിൻ്റെ ആവശ്യമില്ല. കുറച്ചൊക്കെ സ്വീറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പെർഫ്യൂംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചിലപ്പോൾ അതിന് കുറച്ചൊക്കെ റേറ്റ് വന്നിരിക്കാം, അതായത് കുറച്ച് റേറ്റ് ഉള്ള പെർഫ്യൂം ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, മീൻസ് പൈസ കൊടുത്താൽ തന്നെ പെർഫ്യൂം കിട്ടുള്ളൂ, അതല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ച് റേറ്റ് കൂടിയതാണെങ്കിലും വാങ്ങാൻ പറ്റുമെന്നുള്ളവർ അങ്ങനെ വാങ്ങാം, അല്ലാത്തവർ നോർമൽ ആയിട്ടുള്ളത് വാങ്ങി യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങളിത് സ്ഥിരമായിട്ട് ആ സെയിം പെർഫ്യൂം തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്മെല്ലാണ്. നല്ലൊരു സ്മെല്ല് മീൻസ് നല്ലൊരു പെർഫ്യൂം വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരെ ഇങ്ങോട്ട് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മിക്ക ലേഡീസും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി അങ്ങോട്ട് മെസ്സേജ് അയക്കും, ഹലോ എന്ത് ചെയ്യുന്നു, കഴിച്ചോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കും എന്നുള്ളതാണ്. അതിൻ്റെ കാരണം മറ്റൊന്നല്ല, സ്ത്രീകൾക്ക് ഇങ്ങനെ മീൻസ് കൺട്രോൾ ചെയ്തിരിക്കാനുള്ളൊരു കഴിവെന്ന് പറയുന്നത് വളരെ കുറവാണ്. അവർ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങും, വിളിക്കാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെ സ്ത്രീകൾ ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളത് കുറച്ചൊന്ന് കുറയ്ക്കുക. അതായത് അങ്ങോട്ട് മെസ്സേജ് അയക്കരുത് എന്നല്ല പറയുന്നത്, പക്ഷേ ഫസ്റ്റ് അവരിങ്ങോട്ട് മെസ്സേജ് അയക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുക, അതിനുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു മിസ്സിംഗ് ഫീൽ ഉണ്ടായിരിക്കില്ല. മീൻസ് നമ്മൾ എപ്പോഴും അവൈലബിൾ ആണെന്നൊരു തോന്നല വ്യക്തിയിലുണ്ടാവും. നേരെ മറിച്ച് കുറേ നേരം നമ്മുടെ മെസ്സേജും കാര്യങ്ങളൊന്നും കാണാതാവുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഉറപ്പായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളെ മിസ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങോട്ട് ടെക്സ്റ്റ് ചെയ്യാതിരിക്കുക, അവർക്ക് ആദ്യം ടെക്സ്റ്റ് ചെയ്യാനുള്ള ടൈം അനുവദിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കാം എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകളാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ തമ്മിൽ കോളും മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം. അതായത് നിങ്ങൾ അങ്ങോട്ട് വേണമെങ്കിൽ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അവർക്കത് ഒരുപാട് ഇഷ്ടമാവും, സ്വാഭാവികമായിട്ടും അത് ഇഷ്ടമാവും, അവർ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ പ്രണയിക്കുന്ന ആളുകളാണെങ്കിലും മാരേജ് നിങ്ങൾ ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ, മാരേജ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ പ്രണയിക്കുന്നുണ്ടാവുക. സോ അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഇല്ല. ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇത്തരത്തിൽ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ അവരെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു തോന്നൽ ആ വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം. അതായത് നീ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയാം. ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവരെ അറിയിക്കാം എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ കുറച്ചൊന്ന് ഫ്ലേർട്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാം. അതേപോലെ തന്നെ അവരെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവർ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. അതേപോലെ തന്നെ പിന്നീടുള്ള അവസരങ്ങളിൽ അവരത് മിസ് ചെയ്ത് തുടങ്ങുമെന്നുള്ളതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ബെസ്റ്റ് ലൈഫുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ എത്തിച്ചേരണം അല്ലെങ്കിൽ അതാവണം അല്ലെങ്കിൽ അങ്ങനെ നേടണം എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. മീൻസ് നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ഹാപ്പിനെസ് ഇതെല്ലാം അതിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ വളരെയധികം ഹാപ്പിയാണ് എന്നുള്ളത് അവർക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് അവൾക്കിപ്പോൾ ജോലിയാണ് എല്ലാം, എന്നെ വേണ്ട അങ്ങനെ തോന്നണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലിയിൽ ഹാപ്പിയാണ്, മീൻസ് അവൾ എന്തൊക്കെയോ ആണ് എന്നൊരു തോന്നൽ ആ വ്യക്തിയിൽ വരും എന്നുള്ളതാണ്. സോ അങ്ങനെ വരുന്ന സമയത്തും അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടാനും നിങ്ങളെ മിസ് ചെയ്യാനും കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ലൈഫ് ഏതാണോ അത് ചൂസ് ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇവിടെ ഒരിക്കലും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കണമെന്നോ അല്ലെങ്കിൽ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യരുതോ എന്നോ, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടെ കൊണ്ടുപോകണം. അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ജീവിതം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആ ഒരു മേഖലയിലേക്ക് കൂടി പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെയും നിങ്ങളെ മിസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു 5 പോയിന്റ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർ തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും. സോ അതിനുള്ള ഒരു അവസരം അവർക്കൊന്ന് ഒരുക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എപ്പോഴും പറയുന്ന പോലെ തന്നെ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്